എല്ലാവർക്കും കഷ്ടപ്പെട്ട് വെള്ളം എടുത്തോ. പറപ്പിക്ക്. ചക്കുപ്പി ആദ്യമായിട്ട് നമ്മുടെ കുഴക്കണ വേണ്ടിട്ട് അവിടെ തൂക്കണം. പിന്നെ ചക്കുപ്പി ആദ്യമായിട്ടുണ്ട് റബ്ബറിൽ നിന്ന് പാല് വരുന്നുണ്ട്. അതിന് ആരും ഇല്ലാന്ന് ചെത്തിപ്പം കുടിക്കുന്ന പാലാന്നുണ്ട്. അതെടുത്ത് കുടിച്ചാൽ ഒന്ന് പെട്ടെന്ന് അടിച്ചിട്ട് ഓടി ഇവിടെ വന്നിക്ക്. അവിടെ നിന്ന് പെട്ടെന്ന് അടിക്കി, എന്നിട്ട് ഓടി വന്ന് വെള്ളം വഴി ഇല്ല. അപ്പോഴത്തേക്ക് തീരും. സ്പീഡടി പറപ്പിക്കങ്ങോട്ട്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ 4ാമത്തെ ദിവസം തോന്നുന്നു നാട്ടില്. 4ാമത്തെ എന്തോ മൂന്നാമത്തെ ദിവസമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് മണർകാട് പള്ളിയിലോട്ടാണ് വന്നേക്കുന്നത്, കോട്ടയം. ഇവിടെ സെന്റ് മേരീസ് ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട് കേട്ടോ, കുഞ്ഞു പള്ളി. പിന്നെ ഇപ്പുറത്താണ് മെയിൻ പള്ളി. നമ്മൾ അങ്ങോട്ട് പോകണം. അമ്മൂസൻ ചെക്കപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ്. പണ്ട് ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് മണർകാട് പള്ളി ഗൈസ്. ഞങ്ങൾ അകത്തോട്ട് പോട്ടെ. മണർകാട് പള്ളിയുടെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഇതാണ് മണർകാട് പള്ളി. ഇതാണ് പള്ളിയുടെ പുറകു വശം. ഇവിടെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു കൊടിമരം. നമ്മൾ അതിലാണ് കയറി വന്നത്. പിന്നെ ഇതിലെ ഇങ്ങനെ നമ്മൾ മുത്തുക്കുടയൊക്കെ എടുത്ത് ഓരോ നേർച്ചയൊക്കെ അല്ലേ, അത് ഇതിലെ പക്ഷേ അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് വേറെ കുഞ്ഞു പള്ളിയുണ്ട്, അവിടെയും കയറി. ഇതാണ് മണർകാട് പള്ളിയുടെ ഫുൾ വ്യൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിലോട്ട് വീണ്ടും പോകണം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പള്ളി സന്ദർശനം എല്ലാം കഴിഞ്ഞ് കോട്ടയത്തൊന്ന് ഞങ്ങൾ കറങ്ങി. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കോഴഞ്ചേരി സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പം ചെറുതായിട്ട് ലൈറ്റായിട്ട് ചെറിയ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ലൈറ്റായിട്ട് കപ്പയും ബീഫ് കറി ബീഫ് റോസ്റ്റും പിന്നെ നൂൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ. രണ്ടുപേരത്തേക്ക് കപ്പ വേണം. അങ്ങനെ കപ്പ അടിക്കാൻ പറ്റില്ല. നൂൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ, നൂൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ എനിക്കും ചക്കുനും. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. നമ്മുടെ കോഴഞ്ചേരി പാലം. പിന്നെ നമ്മുടെ മുത്തൂറ്റ്. ഇതാണ് നമ്മുടെ തട്ടുകട. അമ്മ തട്ടുകട കേട്ടോ. എന്തോ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം തിന്നാനായിട്ട് ഇഷ്ടം പോലെ. ഇതാണ് നമ്മുടെ തട്ടുകട കേട്ടോ. ഇത് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ് ചേട്ടൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത്രയും സാധനം കഴിച്ചാൽ അങ്ങനെ കപ്പയും ബീഫ് കറിയും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂസിന് കൈമാറട്ടെ, അമ്മൂസ് കഴിക്കട്ടെ. വണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കുന്നുള്ളൂ, വെളി ഇറങ്ങുന്നില്ലല്ലോ. നാണം ഒത്തിരി ഉണ്ടെന്നു തിന്നോ മര്യാദയ്ക്ക്. ചക്കുപ്പി തിരിക്കുന്നു. ചക്കുപ്പി ഇത്ര നേരം ഉറക്കമായിരുന്നു കേട്ടോ. വണ്ടി കാണിച്ചാൽ പുതിയ വണ്ടി. എന്നാൽ അതിലെ 3 പട്ടി പോയി. ആ പട്ടിയെ നോക്കിയിരിക്കും. അതാണ്ട് ബാംഗ്ലൂരാണെങ്കിലും നാട്ടിലാണെങ്കിലും പട്ടിയാണെങ്കിൽ ടയറേ വന്ന് ഇപ്പോൾ എടുക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ചക്കുപ്പിയുടെ പുതിയ വണ്ടി കണ്ടൊക്കെ പുതിയ ജീവാഗണം മേടിച്ച് ഒരു താറ് മേടിച്ചു കേട്ടോ. വൈറ്റ് വേറെ ഉണ്ട്, അതൊക്കെ നാളെ കാണിക്കാം. നോക്കണ്ട മിനി കൂപ്പറുണ്ട് കൈസ്. ചക്കുപ്പി ഈ പ്രാവശ്യത്തെ ട്രിപ്പ് അങ്ങ് മുതലാക്കി. എന്തോ ചെയ്യാനായിപ്പോയി. മോനായിപ്പോയില്ലേ മോൻ? അതിൻ്റെ അടുത്തുണ്ട്. ഇതേതായിരുന്നു ഡിഫറെൻറ്റ്. ഇടി കൊച്ചുണ്ട കൊടുക്കടി. തന്നെ എഴുതുമ്പോൾ ഒരു ചക്കുവ എന്തോ ഇത് കേട്ട് തിന്നുണ്ടോ മാക്ക് നിർത്തിട്ട്. അമ്മൂസിന് ഭയങ്കര സങ്കടമായിരുന്നു. തട്ടുകടിച്ചില്ല, തട്ടുകടേന്ന് കഴിച്ചില്ല. തട്ടുദോശ എന്ന് വേണമെന്ന് പറഞ്ഞില്ല. ദോശ പിന്നെ നമ്മളെപ്പോഴും വീട്ടിൽ കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ട് കപ്പയും ബീഫ് റോസ്റ്റും പിന്നെ ചക്കപ്പയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ നൂൽ പൊറോട്ടയും പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ മേടിച്ചു. കാരണം വലിയ എരി കാണത്തില്ലല്ലോ, അങ്ങനെ അതും മേടിച്ചു. കൊച്ചോ മുത്താണെങ്കിൽ ഇപ്പോൾ നൂൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു ഗൈസ്. ഞാൻ കപ്പയും ബീഫും വാങ്ങിച്ചു. പക്ഷെ അത് എനിക്ക് തിന്നാനും മേല. ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു.